കയ്പമംഗലത്തെ കർഷകനായ മധു ചക്കാലക്കലിന്റെ കൃഷിയിടത്തിലെ പച്ചക്കറി വിളവെടുത്തു. കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനമായിരുന്നു ഇന്ന്. വളരെ മികച്ച രീതിയിൽ തന്നെ കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനാണ് അദ്ദേഹം. ഇവിടെ തന്നെ വെണ്ടയ്ക്ക് പുറമെ പയർ കൃഷി, അതുപോലെ ചോളം, അതുപോലെ മറ്റ് പച്ചക്കറി കൃഷിയിലും വളരെ സജീവമായിട്ട് തന്നെ ഉള്ളതാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു പോരുന്ന കൃഷിയാണ്. ഞങ്ങൾ 3-4 തവണ ഞങ്ങൾ തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്താനായിട്ട്. എന്തായാലും നല്ല കൃഷിയായിട്ടും നല്ല വിളവെടുപ്പായിട്ടും നടന്നു പോരുന്ന കൃഷിന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, MS സുജിത്, ജിനൂബ് അബ്ദുൾ റഹ്മാൻ, കൃഷി ഓഫീസർ PS സിറിൽ, കൃഷി അസിസ്റ്റന്റ് VC വിനോദ്, രേഖ വിജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മധു ചക്കാലക്കലിന് ഞങ്ങളുടെ എല്ലാ ആശംസകളും. ഇത്ര നല്ല രീതിയിൽ വേണ്ട കൃഷി ചെയ്ത് വിളവെടുപ്പാണെന്ന് വിളവെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന മധു എല്ലാവർക്കും ഒരു മാതൃകയാണ്, കൃഷിക്കാർക്കൊക്കെ ഒരു മാതൃകയാണ്. കയ്പമംഗലം പഞ്ചായത്തിൽ കൃഷിഭവൻ്റെ കീഴിൽ എനിക്ക് വന്ന് ഏറ്റവും ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാൾ ഉണ്ടാവില്ല. എന്തായാലും കൂടുതൽ മികച്ച രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ, നല്ല രീതിയിൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഫലവൃക്ഷ തൈകൾ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്, കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്, പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്, ചോളം, അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കൃഷി അറിവുകൾ കൃഷി ചെയ്തുകൊണ്ട് തന്നെ വിളവെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, നമ്മുടെ കൃഷിഭവൻ്റെ കീഴിലുള്ള മികച്ച ഒരു കർഷകൻ കൂടിയാണ്. ആഘോഷവേളകളിൽ സ്വർണ്ണത്തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. You're watching True Line News.